ഹായ് ഗെയ്സ്, ചേട്ടായി ബ്ലോഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചേട്ടായി എന്നുള്ളത് മുരുക്കുമ്പുഴയാണ്. മുരുക്കുമ്പുഴ ജംഗ്ഷനിലാണ് ചേട്ടായി ഉള്ളത്. അപ്പോൾ ഇന്നിവിടെ ബസ് പോണതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഇവിടെ ബസ് പോണതിന്റെ സന്തോഷത്തിൽ വന്നിരിക്കുകയാണ്. മുണ്ടക്കിൽ അനിൽകുമാർ ഏട്ടാ ബസ് കാണാൻ വേണ്ടി വന്നതാണോ? എം എൽ എ കാണാം. അപ്പൊ എം എൽ എ കാണാൻ വേണ്ടി ഒത്തിരി പേര് വന്ന് നിൽപ്പുണ്ട്. നമ്മളെ ചേട്ടൻ എം എൽ എ ഇല്ല അല്ലേ? അപ്പൊ ഇത് ലേഡീസിന് മാത്രമല്ലല്ലോ അല്ലേ? ലേഡീസിന് മാത്രമേ ബസ്സിൽ കയറാവുന്നുള്ളൂ അല്ലല്ലോ? അങ്ങനെ ഇല്ലല്ലോ, എല്ലാവർക്കും കയറാം അല്ലേ? ലേഡീസിന് ടിക്കറ്റ് എടുക്കേണ്ടതേ ഉള്ളൂ. ബോയ്സിനും കയറാം, ലേഡീസിന് ടിക്കറ്റ് എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആജി ചേട്ടൻ. അപ്പൊ എല്ലാവരും ബസ്സിന് വേണ്ടി കാത്ത് ഇരിക്കുകയാണ്. അങ്ങനെ മുരുക്കുമ്പുഴ ജംഗ്ഷനിൽ ഒത്തിരി പേരാണ് വന്ന് ബസ് കാണാനായിട്ടും ബസ്സിൽ കയറാനായിട്ടൊക്കെ നിൽക്കണത്. അപ്പൊ മംഗലാരം പഞ്ചായത്തിലുള്ള ചേച്ചിമാരെല്ലാവരും ഉണ്ട്. പഞ്ചായത്ത് മെമ്പർ നിൽക്കണം. മെമ്പറെ സന്തോഷമുണ്ടല്ലോ, അയ്യോ ചിരിയൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ ഇന്നോട്ട് നിങ്ങൾക്ക് ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം അമ്മമാർക്ക് അല്ലേ? ആ സന്തോഷം ഉണ്ടല്ലേ? ആ സന്തോഷത്തിലാണെന്ന് എല്ലാവരും പോവാല്ലേ? അത് തന്നെയാണ്. അപ്പൊ ഈ ബസ്സില് ലേഡീസിന് മാത്രമല്ലല്ലോ, ബോയ്സിനും കൂടെ കയറി പോവാ വേണമെങ്കിൽ അല്ലേ? പക്ഷെ ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രമല്ലേ? ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എവിടെ പോവാൻ നിൽക്കണം? ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്ന് നിങ്ങളെ സമയമാണ്. ഇപ്പൊ ചേട്ടന്മാരുടെ അടുത്ത് പൈസ ഒന്നും ചോദിക്കണ്ടല്ലോ അല്ലേ? അങ്ങനെ കൊല്ലത്തു നിന്നും വന്നയാണ്. അങ്ങനെ ലേഡീസിനുള്ള ബസ്സാണ്. വണ്ടിയുടെ തൊട്ട് പിറകിൽ കാണുന്നതാണ് മുരുക്കുമ്പുഴ തിരുവനന്തപുരം മുരുക്കുമ്പുഴ മെഡിക്കൽ കോളേജ്, അതായത് ചിറയൻകീഴിൽ നിന്ന് വരുന്ന ബസ്സാണ്. അപ്പോൾ ഇത് നേരെ മുരുക്കുമ്പുഴ വന്നിട്ട് അവിടുന്ന് കഴക്കൂട്ടം മെഡിക്കൽ കോളേജ് വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സാണ്. അപ്പോൾ ബസ്സിന്റെ ഉദ്ഘാടനം ഇവിടെ ഉദ്ഘാടനം 9 മണിക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ മെമ്പറെ കാണാം. നമ്മളെ എം എൽ എ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബസ്സിൽ കാണാൻ പറ്റും സ്ത്രീകൾ മാത്രമല്ല, ടാറ്റ കാണിക്കണം. ഒരു ചേച്ചി അവിടെ നിന്ന് ടാറ്റ കാണിക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾ മാത്രമല്ല, ഇതിൽ നമുക്ക് പുരുഷന്മാർക്കും യാത്ര ചെയ്യാം. പക്ഷെ പുരുഷന്മാര് ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അമ്മമാർക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അമ്മമാരും അങ്ങോളമുള്ള അമ്മമാർ ഈ പദ്ധതിയെ ആവേശത്തോടുകൂടി യാത്ര ചെയ്യുവാൻ പറ്റുന്ന രീതിയിൽ ഈ പദ്ധതി പൂർണ്ണമാക്കാൻ നിങ്ങൾ ഓരോരോരോടും ഹൃദയം നിറഞ്ഞ അങ്ങനെ നമ്മളെ പ്രിയപ്പെട്ട അമ്മൂസ് ബസ്സിൽ യാത്ര ചെയ്യാൻ വന്നതാണ്. നമുക്ക് ആണുങ്ങൾക്കും യാത്ര ചെയ്യാല്ലേ? ചെയ്യാം, പക്ഷെ ടിക്കറ്റ് എടുക്കണം അല്ലേ? പൈസ കൊടുക്കണം. അങ്ങനെ ഇവിടെ ഒരു 1.5 കൊലയാണ് കൊണ്ടുവന്നത്. അപ്പൊ കൊല പഴം എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന. സന്തോഷത്തിന്റെ നിമിഷമാണ്. കൊലയാണ് കൊണ്ട് വീഡിയോ ഒക്കെ എടുക്കണം. മൊബൈലിലൊക്കെയാണ് വീഡിയോ. പലരും വന്ന് മൊബൈലിൽ വീഡിയോ എടുക്കുന്നുണ്ട്. മുകേഷുണ്ട്, മഹേഷുണ്ട്, അനിൽകുമാറുണ്ട്. അങ്ങനെ ഒത്തിരി പേരാണ് ഈ കൊല കണ്ടുകൊണ്ട് സന്തോഷത്തോടെ വീഡിയോ എടുക്കുന്നത്. ബസ്സില് എല്ലാവരും ബസ്സിൽ കയറി. എല്ലാവരും ബസ്സിൽ കയറി. സന്തോഷമാണോ? ടിക്കറ്റ് എടുക്കണ്ടല്ലേ അല്ലേ? ഇതുപോലെ ടിക്കറ്റ് എടുക്കേണ്ട ആ സന്തോഷത്തില് തന്നെയാണ് അല്ലേ? ഇനി ചേട്ടന്റെ അടുത്ത് പൈസ ചോദിക്കണ്ടല്ലേ? എവിടെയെങ്കിലും പോകണമെങ്കിൽ വേണ്ടല്ലേ അല്ലേ? ഹാപ്പിയാണോ? സന്തോഷമാണ്. എല്ലാവർക്കും സന്തോഷമാണ്. പ്രിയദർശിനി ബസ് മുരുക്കുമ്പുഴ ജംഗ്ഷനിൽ നിന്നും മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സന്തോഷം കൊണ്ട് മുട്ടായി അമ്മയുടെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ ആ ഒരു മുട്ടായി അത് ആ ചേട്ടായിക്ക് തന്നിരിക്കുകയാണ്. സന്തോഷം കൂടി ആ തിരിച്ച് അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അമ്മ മുട്ടായി ഭയങ്കര സന്തോഷമാണ് അമ്മയ്ക്ക്. കാര്യം എന്ത് കാര്യം എന്ന് വെച്ചാൽ അല്ല, അത് സന്തോഷത്തോടെ ഒന്നാം തീയതി കൊണ്ട് സന്തോഷത്തോടെ ഒരു കൈയേറ്റമായിട്ട് കൊടുത്തതാണ്. അങ്ങനെ ചേട്ടായി ഇന്ന് ഇവിടെ വീഡിയോ പേക്കപ്പ് ചെയ്യണം. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ. ഇന്നലെ ചേട്ടായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചേട്ടായി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലേഡീസ് ബസ്സിൽ ലേഡീസിന് മാത്രമേ കയറാവൂ എന്നാണ്. പക്ഷെ ആ ലേഡീസ് ബസ്സിൽ ലേഡീസിന് മാത്രമല്ല ബോയ്സിനും കയറാം. പക്ഷെ ലേഡീസിന് മാത്രമായിരുന്നെങ്കിൽ പൂവാലന്മാരുടെ ശല്യം ഒന്ന് കുറഞ്ഞനെ. പക്ഷെ ഇനി പൂവാലന്മാർക്ക് സന്തോഷിക്കുക. കാര്യം ലേഡീസ് ബസ്സിൽ ബോയ്സിനും യാത്ര ചെയ്യാം. അപ്പോൾ പൂവാലന്മാർക്ക് സന്തോഷിക്കാനുള്ള ഒരു നിമിഷം തന്നെയാണ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാവരും സന്തോഷമായി യാത്ര ചെയ്യും. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കാണെങ്കിൽ എവിടെ വേണമെങ്കിലും പോവാം. നെടുമങ്ങാട്, ആറ്റിങ്ങൽ, എവിടെ വേണമെങ്കിലും അവർക്ക് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കും. കാര്യം ഒരു ദിവസം ഒരു തവണയല്ല, 1, 2, 5 തവണ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യുക. മ്യൂസിയത്തിൽ പോയാൽ, പൊന്മുടിയിൽ പോവാം, അങ്ങനെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലും, ലൈക്ക് ചെയ്യാനും മറക്കല്ലും, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടാറ്റാ.